ഹലോ, നമുക്ക് ഇന്നൊരു ട്രാവൽ വ്ലോഗ് ആയാലോ? ട്രാവൽ വ്ലോഗ് ഒന്നുമല്ല കേട്ടോ. നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇത് നമ്മുടെ ഈന്തപ്പനയൊക്കെ കായ്ച്ചു നിൽക്കുന്നത് നോക്കിക്കേ. ഇവിടെ ഇപ്പം നല്ല ചൂടാ, അതുകൊണ്ടാട്ടോ ഈ സമയത്ത് ഈന്തപ്പനകളിലെല്ലാം നിറയെ കായ ഉണ്ടായി നിൽക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ പറിച്ചെടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പറിക്കാൻ നിൽക്കാറില്ല. ഇതാട്ടോ ബിനു ചേട്ടൻ. ചേട്ടന് നമുക്ക് പുറത്തിടേനും വേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവിടാറ്. ഈ സൈഡിൽ കാണുന്നത് ഒരു പാർക്കാന്ന് തോന്നുന്നു. നമ്മൾ ഇതുവരെ പോയിട്ടൊന്നുമില്ല, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അവിടെ. ഇത് നമ്മുടെ മാർക്കറ്റിലേക്കുള്ള റോഡാട്ടോ. ഈ തിരക്കെട്ടിലെ നടത്തം എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വർണ്ണക്കടയിലേക്കാട്ടോ. സ്വർണ്ണക്കടയിൽ കണ്ടു കഴിഞ്ഞാൽ ആരല്ലേ നോക്കാത്തെ, പ്രത്യേകിച്ച് പെൺകുട്ടികള്. സ്വർണ്ണക്കടയിൽ ആരും ഇല്ലാന്ന് കണ്ട് ഓടിപ്പോകുന്ന പോക്കാട്ടെ കാണുന്നത്. വേഗമായ എല്ലാം നമുക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ടുള്ള പോക്കാട്ടോ. പക്ഷെ സ്വർണത്തിന്റെ വില കേട്ടതോടുകൂടി എല്ലാവരുടെയും മുഖം വാങ്ങി. അങ്ങനെ ഇടിവള വാങ്ങാൻ പോയ ആള് കൈ ചെയിൻ വാങ്ങി തിരിച്ചു പോന്നു. അടുത്ത ലക്ഷ്യം മീൻ തന്നെ. അങ്ങനെ ഫിഷ് മാർക്കറ്റിൽ കയറി അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ നമ്മൾ വാങ്ങി. ഒത്തിരി വെറൈറ്റി മീനുകൾ ഇവിടെ അവൈലബിൾ ആട്ടോ. നദീന്ന് കുറച്ച് ചൂരയും മത്തിയും കിളിമീനും ഒക്കെ വാങ്ങി. ഏത് മലയാളിക്കല്ലേ മത്തി ഇഷ്ടമല്ലാത്തത്? അപ്പോഴേക്കും വിശപ്പ് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഫോട്ടോ എടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പോസ് ചെയ്തായിരുന്നതാട്ടോ ഈ കാണുന്നേ. നമ്മൾ പറഞ്ഞ ഫുഡെല്ലാം അവർ വേണ്ടന്നെ റെഡിയാക്കി തന്നു. കാരണം അത് നിന്ന വെജിറ്റബിൾസ് കഴിച്ചത് എങ്ങനെയാണെന്ന് അവർ കണ്ടിരുന്നു. പിന്നെ നമ്മൾ പോയത് പച്ചക്കറി വാങ്ങാനായിരുന്നു. അതിനുശേഷം ചിക്കൻ കടയിലും കയറി. ദാ ഈ ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉള്ളൊരു അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ദാ എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലെത്തുക. ഇത് നമ്മുടെ ഹോസ്പിറ്റലാട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഹോസ്റ്റലും. ഹോസ്പിറ്റലിന് മുന്നിലെത്തിയപ്പോൾ അടുത്ത പണി കിട്ടിയെന്ന് മനസ്സിലായി. കാരണം നേരത്തും കാലത്തും തിരിച്ചെത്താത്തതുകൊണ്ട് അവർ ഗേറ്റ് പൂട്ടി. പിന്നെ ഇതൊന്നും എടുത്തു പൊക്കാൻ വേറെ ആരും വരില്ല എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ തന്നെ ഇതെല്ലാം എടുത്തു പൊക്കി റൂമിലെത്തിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ല.